ഹലോ, നിങ്ങളുടെ കാറിന് ഏത് ഇൻഷുറൻസ് ആണ്? അതായത് തേർഡ് പാർട്ടി ആണോ ഫുൾ കവർ ആണോ? ഒന്ന് കമന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നവരാണ്. അതായത് ഭൂരിഭാഗം പേരും അതാണ് എടുക്കുക. കാരണം താൽക്കാലികമായിട്ട് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഒരു ലാഭം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തേർഡ് പാർട്ടി എടുക്കുന്നവരായിരിക്കും. അപ്പൊ തേർഡ് പാർട്ടി എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ അതിൽ വരുന്ന ആ ഒരു പ്രശ്നം നമുക്കൊരു ഇത് വരുമല്ലോ, വണ്ടിക്കോ അല്ലെങ്കിൽ അതിലുള്ള ആളുകൾക്കോ എന്തെങ്കിലും അപകടം പറ്റിയാൽ അതിന്റെ എക്സ്പെൻസ്, അതുപോലെ ലീഗൽ എക്സ്പെൻസും പെനാൽറ്റി എല്ലാം വരുന്നത് നമുക്ക് ഈ തേർഡ് പാർട്ടി വഴി കിട്ടും. പക്ഷെ അത് നമ്മൾ കേസിട്ട് എഫ്ഐആർ ചെയ്ത് അത് കോടതിയിൽ നിന്ന് വിധി ആയതിനു ശേഷം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റല്ല എന്നുള്ള രീതിയിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്ലെയിം കിട്ടുള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്കും എല്ലാ ബെനിഫിറ്റ് കിട്ടുക തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാണ്. അതായത് നമ്മുടെ വണ്ടി ഇടിച്ചിട്ടുണ്ടായ ആൾക്കാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ കിട്ടുക. പക്ഷേ ഫുൾ കവർ ആണെങ്കിലോ? ഫുൾ കവർ ആണെങ്കിൽ അത് നിങ്ങളുടെ വണ്ടിക്കും നിങ്ങൾക്കും പറ്റിയ ആ ഒരു ഡാമേജിന്, ആ ഒരു എക്സ്പെൻസിനാണ് നിങ്ങൾ